അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് വിക്സോഗിയാണ്. നമ്മൾ ഇന്നലെ ലൈൻസ് പഠിച്ചു. ഇനി ലൈൻസിൽ പഠിച്ച മറ്റൊരു ഭാഗം കൂടിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ലൈൻസ് ഇങ്ങനെ ഇടാൻ പഠിച്ചത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ലൈൻസ് നമ്മൾ എന്താ ചെയ്യുക, ഓക്കെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക്, അവിടെ ഇങ്ങനെ താഴത്തേക്ക്, വീണ്ടും മുകളിലേക്ക്, വീണ്ടും താഴത്തേക്ക്. നമ്മൾ മലയൊക്കെ ചിത്രം വരക്കുമ്പോൾ, നമ്മൾ ചെറുതിലേ ഒരു ചിത്രം വരക്കുമ്പോൾ നമ്മൾ ആദ്യം വരക്കുന്ന മല ഉണ്ടാവും, ഇതിൻ്റെ ഇടയിൽ സൂര്യനൊക്കെ വരയ്ക്കുന്നത്. അതാണ് ഇന്ന് ഇതിൽ പഠിക്കുന്നത്. വീഡിയോൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വീഡിയോ കണ്ട് പിന്നീട് ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ വീഡിയോൻ്റെ ഒപ്പം ഒരു മെഹന്തി കോണും ഇതെടുത്തിട്ട് ചെയ്യാനിരിക്കുന്നതാണ് ഏറ്റവും കറക്റ്റ്. ആദ്യമായിട്ട് വരക്കുമ്പോൾ ഞാൻ നിർത്തിയിട്ട് വരച്ച് ലെവലാക്കിയ ശേഷം അത് ഇങ്ങനെ വരക്കൽ, ഇങ്ങനെ കൈയെടുക്കാതെ ഈ വരക്കൽ ആദ്യം നിർത്തി വരച്ച് ലെവലായി എന്ന് ഉറപ്പ് വരുമ്പോൾ നമുക്ക് താഴെ നമ്മുടെ കൈ അതിനനുസരിച്ച് വഴങ്ങിക്കോളും. നമ്മൾ ലൈൻസ് വരക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് പൊക്കിയിട്ട് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് ടച്ച് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കണം. പിന്നെ ഇവിടെ ടച്ച് ചെയ്തിട്ട് വേണം അങ്ങോട്ട് വലിക്കാൻ. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഫിക്സ് ആക്കി വരയ്ക്കുക. നമ്മൾ ആദ്യം ചെയ്യുക, 2 ലൈൻസ് വരയ്ക്കുക. ഇങ്ങനെ ലൈൻസ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ആക്കിയിട്ട് പഠിക്കാം. രണ്ട് ലൈൻസ് വരച്ച ശേഷം ഞാൻ വീണ്ടും വരച്ചെടുത്ത് നമുക്ക് വരാം. ലെവലാക്കാനാണല്ലോ നമ്മൾ മെഹന്തി ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മെഹന്തി ഇട്ട് പഠിക്കണം. അപ്പോൾ അതിൽ ഒരു വട്ടം വരച്ചാൽ നിങ്ങളത് ഒരു വട്ടം ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ചെയ്ത് നോക്കണം കേട്ടോ. അതാണ് നമ്മളെ മെഹന്തി ക്ലാസ് കണ്ടതിനും അറ്റൻഡ് ചെയ്തതിനൊക്കെ എന്തുണ്ടാവുള്ളൂ, അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഉണ്ടോ. അതല്ലെങ്കിൽ നമുക്കിതെങ്ങനെ കൊടുക്കാം, ലൈൻസ് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് വെള്ളം ഇങ്ങനെ നമുക്കിത് വരക്കാൻ എന്ത് ചെയ്യാം, ആദ്യം ലൈൻസ് വരക്കാം. ഉണ്ടോ, ഇതുപോലൊരു ലൈൻസ് വരച്ച ശേഷം ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡോട്ട് നമ്മൾ ലൈൻസ് വരക്കാൻ പഠിച്ച പോലെ തന്നെ ഈ ഡോട്ടിൽ നിന്ന് ഇതിലേക്കും
ഡിസൈൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഭംഗി കൂട്ടാൻ എന്ത് ചെയ്യാം, ഇതിൽ ഓരോ ഡോട്ട് കൊടുത്താൽ എന്തായി ഭംഗി കൂടുതൽ. ഇനി നമുക്ക് സിക്സാക്ക് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ ബ്ലാങ്ക് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് തിക്ക് സിക്സാഗ് കേട്ടോ. ചെറിയ സിക്സാഗ് വരക്കുക അങ്ങനെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫില്ലിൻ്റെ സിക്സാഗാണത്. ഇനി വേവത് സിക്സാഗ് എന്നല്ല, നമ്മളെന്താണ് ഇങ്ങനെ ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ഇതാണ് വേവ്. ഇതിന് എന്ത് ചെയ്യുക, ഇങ്ങനെ സിക്സാഗ് ഹലോ, ഇതാണ് വേവ്ഡ് സിക്സാഗ്. ഇതാണെന്ത് വേവ്ഡ് സിക്സാഗ് കേട്ടോ. നമുക്ക് സിക്സാഗിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ലൈൻസ് വരക്കാം. ഇന്ന് വെറും സിക്സാഗ് തന്നെ എടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് തന്നെ ഇങ്ങനെ എടുത്തത് കുറച്ച് ഏറിയെന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും അത് വരക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാമെന്ന് വിചാരിക്കണം. ഇന്ന് നമ്മൾ ഇത്ര എടുക്കണം, അതായത് ഇങ്ങനെ സിക്സാഗ് വരക്കണം. ഇതിലൂടെ എന്ത് ചെയ്യാം, ചെറിയ സിക്സാഗുകൾ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഉണ്ടോ, നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യാം, നമുക്ക് ഈ ചെറിയ സിക്സാഗിന് നമുക്ക് എന്ത് ചെയ്യാം, സിംഗിള് സിക്സാഗ് ആക്കി കൊടുക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇത് തിക്കി കൊടുക്കാം, തിക്കുള്ളതാക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ ആക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് വരുത്താം കേട്ടോ. അങ്ങനെ നമ്മൾ ഏത് സിക്സാഗിനെ ഈ മോഡലാക്കിയത് ഇങ്ങനെ വരച്ചൊരു സിക്സാഗുമ്മലാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, ഈ മോഡൽ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് വേറൊരു മോഡൽ കാണിക്കാം. ഉണ്ടോ, ലൈൻസ് പഠിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ലൈൻസിനെ ഇങ്ങനെ ഉള്ളത് വലുതാക്കി ഇങ്ങനെ വരക്കാൻ നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്മോളായിട്ട് ഇങ്ങനെ വരച്ചാൽ അതിനെന്തായി സിഗ്സാഗായി മാറുന്നുള്ളതിൽ ഞാൻ കാണിച്ചു തന്നത്. നമുക്കിതിൻ്റെ ഉള്ളിൽ ഹംസ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹംസ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫില്ല് ചെയ്യാം. അതല്ലെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, നമ്മൾ ഓരോരുത്തർ ഐഡിയക്ക് അനുസരിച്ച് നമുക്കിതിനെ ഭംഗി കൂട്ടാവുന്നതാണ് കേട്ടോ. എന്ന് വെറും സിഗ്സാഗ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും സിഗ്സാഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ ആദ്യം ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ലൈൻസ് ഇങ്ങനെ ഇടാൻ പഠിച്ചതാണ്. ആ ലൈൻസിന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ചിട്ടും അവിടുന്ന് ഇങ്ങോട്ട് ചെരിച്ചിട്ടും നമ്മൾ പഠിച്ചു. അതുപോലെ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും നമ്മൾ വരക്കാൻ പഠിച്ചു. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് നമ്മൾ സിഗ്സാഗി വരച്ചത്. ഇന്നലെ നമ്മൾ ലൈൻസിന് പല സൈഡിലേക്കും വരക്കാൻ പഠിച്ചു. അപ്പോൾ ഇന്ന് ആ ലൈൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു,
ഒരൊറ്റ സൈഡിൽ കാറ്റുള്ള രീതിയിൽ നമ്മളിങ്ങനെ സിഗ്സോഗി വരച്ച് പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായില്ലേ? ഇന്ന് വെറും സിഗ്സോഗി എടുക്കുന്നുള്ളൂ.